Dear students, today we are going to discuss more problems of confidence intervals. Confidence intervals in the problems. First question: a random sample is drawn from a population of unknown distribution. Construct a 90% confidence interval from the given information and also construct 95% of confidence intervals from the given information. Information നമുക്ക് തന്നിട്ടുണ്ട്. N is equal to 36, X bar equal to 105.2, sigma is equal to 11.3, N is equal to 100, X bar is equal to 105.2, S bar is equal to 11.3. Okay, so നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോൺഫിഡൻസ് ഇന്റർവൽ ഇവിടെ മീൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മീനിന്റെ ആണ് കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ മീൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫോർമുല എഴുതാം. ഫോർമുല കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ മീൻ. കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ മീൻ. ഫോർമുല ഇതാണ്. എക്സ് ബാർ മൈനസ് z alpha by 2 sigma by root 10 x bar plus z alpha by 2 sigma by root 10. ഇതാണ് ഫോർമുല. സിഗ്മയാണ് തന്നെങ്കിൽ ഇതാണ് ഫോർമുല. ഇനി സിഗ്മയ്ക്ക് പകരം ആദ്യത്തെ ക്വസ്റ്റിനകത്ത് സിഗ്മയാണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തിനകത്ത് എക്സ് ബാർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം സിഗ്മ. അപ്പം സിഗ്മയാണ് വെൻ സിഗ്മ ഇസ് ഗിവൺ. സിഗ്മയാണ് തന്നെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റിനകത്ത് സിഗ്മ തന്നിട്ടില്ല. സോ വി ക്യാൻ യൂസ് ദ ഫോർമുല എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 എസ് ആണ് തന്നെങ്കിൽ എസ് ബാർ ബൈ റൂട്ട് ഓഫ് എൻ എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് ഓഫ് എൻ. അപ്പൊ ഇതാണ് നമ്മൾ സിഗ്മ അല്ല എസ് ബാർ. അപ്പൊ ഇതാണ് ഫോർമുല കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ മീനിന്റെ ഫോർമുല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന N 36 ആണ്, എക്സ് ബാർ 105.2, then sigma is equal to 11.3. നമുക്ക് ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അതിന് മുമ്പ് നമുക്ക് 90% ആണ് കോൺഫിഡൻസ് ഇന്റർവൽ എടുക്കുന്നതും. ഫസ്റ്റ് 90 എടുക്കണം, 95 എടുക്കണം. അപ്പൊ 90% ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് എത്രയാണെന്ന് ടേബിളിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. 90% ആണെങ്കിൽ 1.65 ആണ്. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ 95% ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇസഡ് ആൽഫ ബൈ 2 1.96 ആണ്. ഇത് ബൈഹാർട്ട് ചെയ്യുക. ബാക്കിയുള്ളത് നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 90യുടെ ആണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് വി ക്യാൻ 90യുടെ ആണ് 90% കോൺഫിഡൻസ് ഇന്റർവൽ 90% confidence interval for mean. ഫോർ മീനിന്റെ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫോർമുല എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ. എക്സ് ബാർ എന്ന് പറയുന്നത് 105.2 മൈനസ് ഇസഡ് ആൽഫ ബൈ 2. ഇസഡ് ആൽഫ ബൈ 2 90യുടെ ആകുമ്പോൾ 1.65. ഇനി സിഗ്മ ബൈ റൂട്ട് 10. സിഗ്മ എന്ന് പറയുന്നത് 11.3 ബൈ റൂട്ട് 10. റൂട്ട് 10 എന്ന് പറയുമ്പോൾ റൂട്ട് 36. ഇതാണ് ലോവർ ലിമിറ്റ്. ദെൻ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് 105.2 പ്ലസ് 1.65 ഇൻറ്റു 11.3 ബൈ റൂട്ട് 36. ഇതാണ് അപ്പർ ലിമിറ്റ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 102.09 108.31. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 90%ന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 95%ന്റെയും കണ്ടുപിടിക്കാം. 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ മീൻ.
സോ എക്സ് ബാറിന് ചേഞ്ച് ഒന്നുമില്ല. 105.2 മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ചേഞ്ച്. 90 ആയിരുന്നപ്പം 1.65 ആണ് നമ്മൾ ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ 1.95. ബാക്കി വാല്യൂസിന് വ്യത്യാസമൊന്നുമില്ല. 11.3 ബൈ √36 105.2 മൈനസ് 96 ആണ്. 96 into 11.3 by √36. അപ്പൊ വ്യത്യാസമുള്ളത് ഇസഡ് ആൽഫ ബൈ 2 മാത്രമാണ്. സോ അവർ ആൻസർ ബിക്കം ആൻസർ കിട്ടുന്നത് ഫൈനൽ ആൻസർ കിട്ടുന്നത് 101.51 108.89. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലെയും നമുക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് n is equal to 100 x bar is equal to 105.2 s bar ആണ് തന്നിരിക്കുന്നത്. s bar എന്ന് പറയുന്നത് സാമ്പിളിന്റെ മീൻ ആയിരിക്കും തന്നിരിക്കുന്നത് 11.3. നമുക്ക് ആദ്യം ഇപ്പൊ 90% കാണാം. 90% ആണെങ്കിൽ ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96 ആണ്. then 95 ആണെങ്കിൽ ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് തിരിഞ്ഞുപോയി. 90% ആണെങ്കിൽ 1.65 95 ആണെങ്കിൽ 1.96. അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എക്സ് ബാർ ഇതാണ് ഫോർമുല. ഇതാണ് എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ എന്നായിരുന്നു. സിഗ്മയുടെ സ്ഥാനത്ത് നമുക്ക് എസ് ബാർ ആണുള്ളത്. സോ എക്സ് ബാർ ബൈ √10 എസ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 എസ് ബാർ ബൈ √10. അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ വാല്യൂസ് വരുന്നത് 105.2 90% ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമുക്ക് 90% ചെയ്യുമ്പം 1.65 എസ് ബാറിൻ്റെത് 11.3 ബൈ √100 ആണ് എന്നിന്റെ സ്ഥാനത്ത്. 105.2 പ്ലസ് 1.65 ഇൻറ്റു 11.3 ബൈ √100. സോ 90% നമ്മൾ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 103.34 107.07. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് 99 ചെയ്യാം. 99 വ്യത്യാസം ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. 99% കോൺഫിഡൻസ് ഇന്റർവെലിന്റെ വ്യത്യാസം വരുന്നത് 105.2 മൈനസ് ഇതിന്റെ വ്യത്യാസം വരും 1.96 ഇൻറ്റു 11.3 ബൈ √100 105 പ്ലസ് 1.96 ഇൻറ്റു 11.3 ബൈ √100. സോ നമുക്ക് ഫൈനൽ ആൻസർ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 102.99 107.41. ഇതാണ് ആൻസർ കിട്ടുന്നത് ഫൈനൽ ആൻസർ. സോ ഫോർമുല അപ്പൊ പഠിക്കേണ്ടത് മീനിന്റെ ഫോർമുല പഠിക്കേണ്ടത് ഈ ഫോർമുല പഠിക്കുക. പിന്നെ 90%ഉം 99%ന്റെയും ഇസഡ് ആൽഫ ബൈ 2 നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. Next question, second question. Out of a random sample of 50 cars passing under a bridge on a busy road, 12 were found to be red. Find a symmetric 98% of confidence interval for the proportion of red cars passing under the bridge. If this experiment is carried out 50 times, what is the expected number of confidence interval which would contain the population proportion of red cars? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം പ്രപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ പ്രപ്പോർഷന്റെ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഫോർമുല എഴുതാം. കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ പ്രപ്പോർഷന്റെ ഫോർമുല എഴുതാം. സോ സൊല്യൂഷൻ
ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മീൻ ആണോ പ്രപ്പോർഷൻ ആണോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പ്രപ്പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റൈറ്റ് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പ്രപ്പോർഷൻ. പ്രപ്പോർഷന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫോർമുല എഴുതാം. നമുക്ക് യൂസ് ചെയ്യാം പി ക്യാപ് മൈനസ് പി ക്യാപ്പ് എന്നോ പി ബാർ എന്നോ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ഇസഡ് ആൽഫ ബൈ ടു റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ കോമ പി ക്യാപ് മൈനസ് ഇസഡ് ആൽഫ ബൈ ടു റൂട്ട് ഓഫ് പി ക്യൂ ബൈ എൻ. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഇനി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് സാമ്പിൾ ഓഫ് 50 കാർന്നാണ്. അപ്പൊ ടോട്ടൽ നമ്പർ സാമ്പിൾ എടുത്തേക്കുന്ന n ആണ്. n 50 ആണ്. പ്രപ്പോർഷൻ ചോദിച്ചിരിക്കുന്ന റെഡ് കാർ. കാർ 12 എണ്ണമാണുള്ളത് റെഡ് കാർ. സോ നമുക്ക് പി ക്യാപ്പ് കണ്ടുപിടിക്കാം. പി ക്യാപ്പ് 12/50 ആണ്. 12/50 ആണ് ചെയ്യേണ്ടത്. സോ 12/50 എന്ന് പറയുന്നത് 0.24 ആണ് കിട്ടുന്നത്. സോ 0.24. Then Q cap. Q cap എന്ന് പറയുന്നത് 1 minus P cap ആണ്. That is 1 minus 0.24 എത്രയാന്ന് നോക്കാം. That is equal to 0.76 കിട്ടി. അപ്പൊ ഇത് ലാർജ് സാമ്പിൾ ആണ്. ലാർജ് സാമ്പിൾ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം. 98 കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 98 കോൺഫിഡൻസ് ഇന്റർവെൽ എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഇസഡ് ആൽഫ ബൈ ടു 98നെ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. 2.33 ആണ് കിട്ടുന്നത്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. 98ന്റെ 2.33 ആണ്. അതുപോലെ തന്നെ ഓരോന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 98 മാത്രമാണ് ആവശ്യം. ചിലത് 95 ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുവാണ്. 95 ആണെങ്കിൽ ഇസഡ് ആൽഫ ബൈ ടു എന്നുള്ളത് 1.96 ആണ്. ദെൻ 90 ആണെങ്കിൽ ഇസഡ് ആൽഫ ബൈ ടു 1.65 ആണ്. 99% ആണെങ്കിൽ ഇസഡ് ആൽഫ ബൈ ടു എന്ന് പറയുന്നത് 2.58 ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളത് 98 ആണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. സോ ഇസഡ് ആൽഫ ബൈ ടു എന്നുള്ളത് 2.33 ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിനി ഫോർമുലക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഫോർമുല ഇവിടെ പിയും ക്യൂ ആണ്. നമുക്ക് സാമ്പിൾ തന്നേക്കുന്ന പി ക്യാപ്പും ക്യൂ ക്യാപ്പും ആണ്. അപ്പം പി ക്യാപ്പിനും പിക്കും ക്യൂവിനും നമുക്ക് റീപ്ലേസ് ചെയ്യാം. പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് എന്ന് റീപ്ലേസ് ചെയ്യാം. സോ അവർ ഫോർമുല ബിക്കം പി ക്യാപ്പ് മൈനസ് ഇസഡ് ആൽഫ ബൈ ടു. സാമ്പിളിന്റെ ആണ് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ. അതുകൊണ്ട് നമ്മൾ പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് റൂട്ട് ബൈ എൻ ചെയ്യുന്നു. പി ക്യാപ്പ് മൈനസ് ഇസഡ് ആൽഫ ബൈ ടു റൂട്ട് ഓഫ് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ബൈ എൻ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ക്യാപ്പ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.24 മൈനസ് ഇസഡ് ആൽഫ ബൈ ടു. 98 ആയതുകൊണ്ട് നമ്മൾ 2.33 ആണ് എടുക്കുന്നത്. റൂട്ട് ഓഫ് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ്. പി ക്യാപ്പ് എന്നുള്ളത് 0.24 ഇൻറ്റു ക്യൂ ക്യാപ്പ് എന്നുള്ളത് 0.76 ബൈ എൻ. എൻ എന്ന് പറയുന്നത് 50 ആണ് തന്നിരിക്കുന്നത്. സോ 0.04 പ്ലസ് 2.33 റൂട്ട് ഓഫ് 0.24 into 0.76 0.76 by 50. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.0993 0.3807. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് 50 ടൈംസ്. ഈ എക്സ്പെരിമെന്റ് തന്നെ 50 ടൈംസ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കോൺഫിഡൻസ് ഇന്റർവെൽ വിച്ച് വുഡ് കണ്ടെയ്ൻ ദ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് റെഡ് കളർ. നമ്മൾ ചെയ്യേണ്ടത് സിൻസ് ദ കോൺഫിഡൻസ് ലെവൽ ഈസ് 98% ആണ്, അപ്രോക്സിമേറ്റ്ലി 98% കോൺഫിഡൻസ് ഇന്റർവെൽ വിൽ കണ്ടെയ്ൻ ദ ട്രൂ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് റെഡ് കളർ ആണ്. ഹെൻസ് ഔട്ട് 50 കോൺഫിഡൻസ് ഇന്റർവെൽ ആയതുകൊണ്ട് നമ്മൾ 50 ഇൻറ്റു ബി പാർട്ട് ചെയ്യേണ്ടത് 50 ഇൻറ്റു 0.98. That is equal to 50 into
0.98. We get 49 can be expected to contain the true population, to contain the true population proportion. Population proportion of red cards. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തത് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മീൻ ആണ്. സെക്കൻഡ് പ്രോബ്ലം ചെയ്തത് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പ്രപ്പോർഷന്റെ ആണ് ചെയ്തത്. Okay, consider the next problem. Next question, third question. The number of trips to a grocery store per week was recorded for a randomly selected collection of households in a town, with the result shown in the following table. Number of trips എന്നുള്ളത് Xഉം number of household എന്നുള്ളത് Fഉം. 0, 1, 2, 3, 4, 5. The number of household എന്നുള്ളത് 1, 15, 28, 22, 16, 22, 12, 6. Question ചോദിച്ചിരിക്കുന്ന construct a 95% of confidence interval for the average number of trips to a grocery store per week of all household. When ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ആവറേജ് എന്ന് പറഞ്ഞാൽ മീനിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിലും നമുക്ക് എക്സ് ബാർ മീൻ തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മീൻ ഓഫ് സാമ്പിളിന്റെ മീൻ തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സാമ്പിളിന്റെയോ അല്ലെങ്കിൽ പോപ്പുലേഷന്റെയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് മീൻ എത്രയാണെന്നോ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ മീൻ കണ്ടുപിടിക്കണം. സോ n എന്താണെന്നും നമുക്ക് സൈസ് തന്നിട്ടില്ല. n കണ്ടുപിടിക്കാൻ വേണ്ടി സൊല്യൂഷൻ. സോ n എന്ന് പറയുന്നത് സിഗ്മ എഫ് ആയിരിക്കും. സിഗ്മ എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. അപ്പൊ സിഗ്മ എഫ് എന്ന് പറയുന്നത് 1 + 15 + 28 + 22 + 16 + 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 85. ഇതായിരിക്കും നമ്മുടെ n. നമുക്കിനി സാമ്പിൾ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. സോ വി ക്യാൻ ഫൈൻഡ് സാമ്പിൾ മീൻ. സാമ്പിൾ മീൻ എന്നുള്ളത് എക്സ് ബാർ ആണ്. എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് സിഗ്മ XF by n. അപ്പം XF by n എന്ന് പറയുമ്പോൾ 0 × 1 + 1 × സിഗ്മ XF എന്ന് പറയുമ്പോൾ സിഗ്മ സം ആണ്. 0 × 1 + 1 × 16 + 2 × 28 + 3 × 22 + 4 × 12 + 5 × 66 divided by n. n എന്ന് പറയുന്നത് 85 ആണ്. So we get 216 by 85. That is equal to 2.54 എന്ന് ആൻസർ കിട്ടും. നമുക്ക് മീൻ കിട്ടി. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് വേരിയൻസ് അത് നമുക്ക് കണ്ടുപിടിക്കാം. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല എഴുതാം. നമുക്ക് എസ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ x²f by n മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എക്സ് ബാർ എന്താന്ന് കണ്ടുപിടിച്ചു. സോ വി ക്യാൻ ഫൈൻഡ് സിഗ്മ x²f by n എന്താന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0² × 1 + 1² × 16 + 2² × 28 + 3² × 22 plus 4² × 12 plus 5² × 6 by 85. That is equal to 668 by 85. ആൻസർ കിട്ടുന്നത് 7.8588 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് x² എന്താന്ന് കണ്ടുപിടിക്കാം. സോ x² become x²നകത്ത് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ this is equal to സിഗ്മ x²f by n എന്താന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 7.8588 ആണ്. മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ എന്നുള്ളത് 2.54 ആണ്. സോ 2.54ന്റെ
സ്ക്വയർ. അപ്പൊ ആൻസർ കിട്ടുന്നത് 1 മൈനസ് 4011. അപ്പൊ നമ്മള് എക്സ് ബാറും എസ് സ്ക്വയറും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എല്ലാ പ്രോബ്ലത്തിനകത്തും ക്വസ്റ്റിനകത്ത് തരുമായിരുന്നു, ഇത് നമ്മൾ ആ ഡേറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണം എസ് ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 എന്നുള്ള ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യണം. എൻ എന്നുള്ളത് നമുക്കറിയാം 85 ആണ്. എസ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത്. എസ് സ്ക്വയർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 1.4011. അതിന്റെ സ്ക്വയർ ബൈ 84 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4178 കിട്ടും. നമുക്ക് വേണ്ടത് എസ് ബാർ ആണ്. എസ് ബാർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 1.4178 ഈക്വൽ ടു 1.1907. ഇനി നമ്മുടെ സാധാ ഫോർമുല യൂസ് ചെയ്യാം. എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2. നമുക്ക് എസ് ബാർ ആയതുകൊണ്ട് എസ് ബാർ ബൈ റൂട്ട് ഓഫ് എൻ. എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 എസ് ബാർ ബൈ റൂട്ട് 10. നമ്മൾ എക്സ് ബാർ എന്താന്ന് കണ്ടുപിടിച്ചായിരുന്നു. എക്സ് ബാറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് 2 പോയിന്റ്, അതിന് വ്യത്യാസമൊന്നുമില്ല, 2.5412 ആണ് എക്സ് ബാർ. ഇസഡ് ആൽഫ ബൈ 2, അപ്പൊ ഇസഡ് ആൽഫ ബൈ 2 എന്നുള്ളത് 95% ആണ്. 95% ആണെങ്കിൽ 1.96 ആണ് യൂസ് ചെയ്യേണ്ടത്. എസ് ബാർ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് എസ് ബാർ നമ്മൾ ശരിക്കും കണ്ടുപിടിച്ചാലും ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1907 ബൈ റൂട്ട് 85. comma 2.5412 plus 1.96 into 1.1907 by root 85. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2.29 ഉം 2.79 ആണ് ഫൈനൽ ആൻസർ. ഇന്ന് 3 പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ മീൻ ആണ്. സെക്കൻഡ് പ്രോബ്ലം കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ പോപ്പുലേഷൻ ആണ്. തേർഡ് പ്രോബ്ലത്തിനകത്ത് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു. എക്സ് ബാറും നമുക്ക് മീനും വേരിയൻസും ഒന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പൊ മീൻ നമ്മൾ കണ്ടുപിടിച്ചു, വേരിയൻസും നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ വേരിയൻസിന് നമ്മൾ ചേഞ്ച് വരുത്തി. കാരണം നമ്മളായിട്ട് എടുത്ത വേരിയൻസ് ആയതുകൊണ്ട് ഈ ഫോർമുല യൂസ് ചെയ്യണം. എസ് ബാർ എന്ന് പറയുന്ന എൻ എസ് സ്ക്വയർ ബൈ എൻ മൈനസ് 1 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. താങ്ക് യു.